ഹലോ ഡിയേഴ്സ്, ഓർഗാനിക് കെമിസ്ട്രിയിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഈ ഒരു വീഡിയോ എന്ന് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി നൽകുന്നു. കാരണം ഓർഗാനിക് കെമിസ്ട്രിയുടെ വെയിറ്റേജ് എന്ന് പറയുമ്പോൾ 30 മാർക്കോളം അതിനകത്ത് വെയിറ്റേജ് ഉണ്ട്. അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അതിലെ പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളൊക്കെ എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത്, എവിടെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ വരുമ്പോൾ ഇത് പ്രത്യേകം പഠിക്കണമെന്ന് എടുത്ത് പറയുന്ന രീതിയിലുള്ള ഒരു വീഡിയോ. യൂട്യൂബിൽ തന്നെ അപൂർവമായിരിക്കും ഇത്തരം ഒരു വീഡിയോ എന്ന് ഞാൻ നിങ്ങളോട് ഗ്യാരണ്ടി നൽകുന്നു. കാരണം അതിനകത്ത് നമ്മൾ വളരെ പെട്ടെന്ന് കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം നിങ്ങളുടെ ചങ്കുകൾക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അവസാന നിമിഷം പഠിക്കുന്നവരെല്ലാവർക്കും വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഏറ്റവും അധികം ചോദിച്ച നമ്മുടെ ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അറീൻസ് ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെ അമീന് വരെ നമ്മൾ അങ്ങ് യാത്ര ചെയ്യും. ആ യാത്രയിൽ നിങ്ങളൊക്കെ അങ്ങ് കൂടെ കൂടിക്കോളൂ. അതുപോലെ തന്നെ നമ്മുടെ മാക്സിമം ഫ്രണ്ട്സുകളിലോട്ട് നിങ്ങൾ ഷെയർ ചെയ്യൂ. ചങ്കുകളൊക്കെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങ് പോകാം. അടിപൊളിയായിട്ട് മാക്സിമം മാർക്ക് വാങ്ങിക്കണം. അപ്പം ഏറ്റവും അധികം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ക്ലോറോഫോം എയറിന്റെ പ്രസൻസിൽ അതിനകത്ത് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിഷവാതകം, പോയിസണസ് ഗ്യാസ്, ഇതാണ് COCl2. ഫോസ്ഗീൻ എന്നാണ് അതിനെ വിളിക്കുക. അപ്പം നിങ്ങൾ അതിനകത്ത് ഫോസ്ഗീൻ, അപ്പം ഇതാണ്. അതുകൊണ്ടാണ് ക്ലോറോഫോം പല രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ക്ലോറോഫോം എന്തുകൊണ്ടാണ് ടൈറ്റ് ബോട്ടിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിനകത്ത് ഓക്സിജൻ എൻ്റർ ചെയ്യാൻ ഒരു സ്പേസ് പോലും കൊടുക്കാതിരിക്കാൻ, ദെൻ അതുപോലെ തന്നെ ഡാർക്ക് കളേർഡ് ബോട്ടിൽ എന്തുകൊണ്ടാണ് അതിനെ വെക്കുന്നതെന്നൊക്കെ. അപ്പം അതിൻ്റെ റിയാക്ഷൻ എഴുതാനും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾ CH3CL3O2 COCl2 എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കണം. പിന്നീട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഒരു ആൽക്കഹോൾ കണ്ടോ, CH3CH2 PCl5ന്റെ കൂടെ റിയാക്ട് ചെയ്താൽ ഒന്നുമില്ലാന്നേ ഈ OH അങ്ങ് മാറ്റി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അവിടെ Cl എന്നങ്ങ് എഴുതുക. അപ്പോൾ മാത്രമേ ഉള്ളൂ. PCl5 OH റിയാക്ട് ചെയ്താൽ ആ OH പോയി Cl വരും. എന്ത് എളുപ്പമാണ്. അതുപോലെ തന്നെ അതിനകത്ത് ജനറലി ഞാനൊരു ഇവിടെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ. ഇത് പിന്നെ നമ്മുടെ സ്വാഡ്സ് റിയാക്ഷൻ ആണ്. അപ്പം നിങ്ങൾ പേരും മറക്കണ്ട. കണ്ടോ, സ്വാഡ്സ് റിയാക്ഷൻ. ഇവിടെ ആൽക്കൈൽ ഹാലൈഡ് ആണ്. അതായത് CH3Br പോലെ ഒരു ബ്രോമിനുള്ള ഒരു ആൽക്കൈൽ ചെയിൻ CH3 പോലുള്ള ചെയിനും തരും. എന്നിട്ട് AgF അല്ലെങ്കിൽ SbF3 ഫ്ലൂറിനുള്ള ആരെങ്കിലുമൊക്കെ തരുന്നേ. അപ്പം നമ്മുടെ AgF ഇവിടെ Ag എന്താവും, AgBr കട്ട ചങ്കുകളാണ്. അപ്പോൾ AgBr ഒരുമിച്ച് അങ്ങ് പോകും. എന്നിട്ട് ഈ ഫ്ലൂറിൻ ഉണ്ടല്ലോ അത് Br സ്ഥാനത്ത് വരും. അപ്പം നമുക്ക് ഇവിടെ Y എന്താ കിട്ടുക, ഇതാണ്. ആ ഫ്ലൂറിനെ അവിടെ നിന്ന് ബ്രോമിനെ മാറ്റി കൊടുക്കുക. Ag വന്നു കഴിഞ്ഞാൽ Agയും ബ്രോമിനും ഒരുമിച്ച് പോകുന്നേ. അവർ കട്ട ചങ്കുകൾ. ചിലപ്പോൾ ഫ്ലൂറിൻ പിന്നെ ഒറ്റക്ക് നിൽക്കില്ലല്ലോ, ഫ്ലൂറിൻ നമ്മുടെ ആ ചെയിനിലങ്ങ് കൂടും. അപ്പം ഇതാണ് സ്വാഡ്സ് റിയാക്ഷൻ. അപ്പം നിങ്ങളോട് ഇതിനകത്ത് SbF3 വന്നാലും ഇവിടെ SbF3 വന്നാലും HF വന്നാലും AgF വന്നാലും ഒക്കെ എന്താണ്, CH3F ആണ്. സോ നമ്മൾ അടുത്തതിലോട്ട് പോകുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് നിങ്ങൾ ഇത് കാര്യം മനസ്സിലാക്കി വെക്കണം. SN1 മെക്കാനിസം ആണ്. അപ്പം നമ്മളിപ്പോൾ ഒരു ടെർഷറി ബ്യൂട്ടൈൽ ബ്രോമൈഡ് ആണ്. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു 3 മീഥൈൽ സംഭവമുണ്ട്, പിന്നെ ഒരു ബ്രോമിനും. ഇതാണ് ടെർഷറി ബ്യൂട്ടൈൽ ബ്രോമൈഡ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ KOH NaOH ഒക്കെ ആയിക്കോട്ടെ ഒരു OH കൊടുത്തു. അപ്പോൾ ഒരു OH മൈനസ് വന്നാൽ എന്ത് സംഭവിക്കുന്നറിയോ, നമ്മുടെ ബ്രോമിൻ അങ്ങ് പോകുന്നേ. ബ്രോമിന് അവിടെ നിന്ന് അങ്ങ് പോവും, പാവം ബ്രോമിന്. അപ്പം ബ്രോമിൻ പോയി കഴിഞ്ഞാൽ അവിടെ ആര് വരും, ഒരാൾ പോയാൽ മറ്റൊരാളുണ്ട് എന്ന് പറയുന്ന പോലെ OH അങ്ങോട്ട് വന്നിരിക്കും. അപ്പോൾ ഈ ബ്രോമിൻ പോയി കഴിഞ്ഞാൽ ബ്രോമിൻ ഇലക്ട്രോണും വലിച്ചുകൊണ്ട് പോകുമ്പോഴേ നമ്മുടെ കാർബൺ ഒരു പോസിറ്റീവ് ചാർജ് കിട്ടും. അപ്പോൾ കാർബോകാറ്റയോൺ ഇവിടെ കണ്ടോ, കാർബോകാറ്റയോൺ ഉണ്ടായത്. ബ്രോമിന് മൈനസ് ഇലക്ട്രോണും കൊണ്ട് പോയി. ബ്രോമിന് പാവം നമ്മുടെ കാർബണെ പറ്റിച്ചു പോയി. പക്ഷേ കാർബണ് ഒരാൾ പോയാൽ, നമ്മുടെ ബ്രോമിൻ പോയാൽ എന്താ, നല്ല അടിപൊളി OH വന്നു. കണ്ടോ, ആൽക്കഹോളായി. അപ്പം ഇതാണ് ഇത് SN1 മെക്കാനിസം ആണ്. ഇതിൻ്റെ മെക്കാനിസം എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക, മനസ്സിലാവും. നിങ്ങളൊന്ന് ചെയ്താൽ മതി കാര്യങ്ങൾ. ദെൻ വളരെ ഇമ്പോർട്ടൻറ്റ് സെയ്റ്റ്സെഫ് റൂള് അല്ലെങ്കിൽ സെയ്റ്റ്സെഫ് റൂള് എന്നൊക്കെ പറയും. അപ്പം നിങ്ങളോട് സ്റ്റേറ്റ് ചെയ്യാൻ പറയും. ഒന്നുമില്ലാന്നേ, നിങ്ങളിതാ ഒരു ചെയിൻ എടുക്കുക. ഇതാ നമ്മുടെ 2 ബ്രോമോ പെൻഡെയിൻ എന്നാണ് പറയുക. അതായത് നിങ്ങളൊരു പെൻഡെയിൻ വരയ്ക്കുക. 1 2 3 4 5 1 2 3 4 5 അപ്പം അതിനകത്തിപ്പം ഞാൻ പാതിരാത്രിയിലാണ് ഇപ്പോൾ ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യൂ. ഇത്തരത്തിലൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. പെട്ടെന്നൊരു ക്വിക്ക് റിവിഷൻ, അതുപോലെ തന്നെ അവസാനം പഠിച്ചു തുടങ്ങുന്നവർക്കൊക്കെ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതിനകത്ത് സെയ്റ്റ്സെഫ് റൂളിലോട്ട് പോകുമ്പോഴേ 5 ഇതിനകത്ത് കാര്യങ്ങൾ വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഇനി ഇവിടെ ബ്രോമിന് രണ്ടാമത്തെ ഒരു ബ്രോമിൻ കൊടുക്കാം, ഇവിടെ ഒരു ബ്രോമിൻ കൊടുക്കാം. ബാക്കിയൊക്കെ നിങ്ങൾ ഹൈഡ്രജൻ അങ്ങ് വരയ്ക്കുക. എന്നിട്ട് എന്ത് സംഭവിക്കുന്ന അറിയോ, ഇപ്പം നമുക്ക് ഇവിടുന്ന് HBrനെ കളയണം. അതാണ് ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. എന്താണ് ഇത് സംഭവം, ബീറ്റ എലിമിനേഷൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഡീഹൈഡ്രോ ഹാലോജിനേഷൻ എന്നൊക്കെ വിളിക്കും.
അപ്പോൾ ഇതിനകത്ത് പ്രിഫേർഡ് പ്രൊഡക്റ്റ് എന്താണെന്നറിയോ? ആൽക്കീനാണ്. ഒരു ആൽക്കീൻ ഉണ്ടാവും, കാരണം ഇവിടുന്ന് ഒരു BR പോവും, ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോവാം. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് വരിക അറ്റത്ത്, കണ്ടോ? ഇവിടെ ഈ ഒരു സൈഡിൽ ഇവിടെ ഡബിൾ ബോണ്ട് വരികയാണെങ്കിൽ ഇതാണ് പ്രൊഡക്റ്റ് വരിക. പക്ഷേ ആ സമയത്ത് നോക്കൂ, ഒരു ഡബിൾ ബോണ്ടിൽ ബ്രാഞ്ച് ഇല്ല അധികം, മറ്റേ ഡബിൾ ബോണ്ടിൽ വലിയ ബ്രാഞ്ച്. പക്ഷേ അതല്ല അപ്പം മേജർ പ്രൊഡക്റ്റ് വരിക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഹൈഡ്രജൻ കളയാം, ഇവിടുന്ന് എന്ത് ചെയ്യുക? അപ്പോൾ നോക്കൂ, ഇവിടുന്ന് ഇവിടുന്ന് ഹൈഡ്രജൻ കളഞ്ഞാൽ ഇവിടുന്ന് ബ്രോമിനും കളയാം. അപ്പോൾ ഡബിൾ ബോണ്ട് ഇതാ ഇവിടേക്ക് പ്രൊഡക്റ്റ്, ഇവിടെ ഡബിൾ ബോണ്ട് വരും. അപ്പോൾ അവിടെ ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആ ഡബിൾ ബോണ്ടിൽ നോക്കിയേ, ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട് CH3, പിന്നെ ഡബിൾ ബോണ്ടിലെ കാർബണിൽ ഇവിടെയും ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ കൂടുതൽ ബ്രാഞ്ചുള്ള ഡബിൾ ബോണ്ട് ആയിരിക്കും ആൽക്കീൻ ആയിരിക്കും ഫോം ചെയ്യുക. അതാണ് സെയ്റ്റ്സെഫ് റൂള്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ നമ്മൾ BR ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഹൈഡ്രജൻ പോയിട്ട് ഇവിടെ ഡബിൾ ബോണ്ട് വരാം. പക്ഷെ ആ ഡബിൾ ബോണ്ട് ഒരു സുഖമില്ലല്ലോ. അപ്പം ഇവിടെ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് ബ്രോമിൻ പോയി ഇവിടുന്ന് ഹൈഡ്രജൻ പോയിട്ട് ഇവിടെ എന്ത് ചെയ്യുക? ഡബിൾ ബോണ്ട് വരാം. അപ്പം ഇവിടെ ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ചെയിന്. അപ്പോൾ ആ ഡബിൾ ബോണ്ടിന് തന്നെ ഒരു ഭംഗിയുണ്ട് കാണാൻ. അപ്പം അങ്ങനെ നിങ്ങൾ വിചാരിച്ചാൽ മതി, കൂടുതൽ ബ്രാഞ്ച് ഉള്ളതാണ് എന്ത്, അതിനകത്ത് മേജർ പ്രൊഡക്റ്റ് ആയി വരിക എന്നുള്ളത്. സോ നമ്മളിങ്ങനെ കഥ പറഞ്ഞിരിക്കാൻ സമയമില്ല, നാളെ പരീക്ഷയല്ലേ നമുക്ക്. അപ്പോൾ അതിനകത്ത് ഇനി എക്സ്ചേഞ്ച് മേളയാണ് ഇവിടെ. നിങ്ങൾ നോക്കൂ, ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ആണ്. ഫിംഗൽസ്റ്റീൻ ആദ്യം തന്നെ ഉണ്ട് ഒരു എക്സ്ചേഞ്ച്. ബ്രോമിനായിരുന്നു നമ്മുടെ ചെയിൻ്റെ കൂടെ CH3CH2. അപ്പം ഇതിൽ ബ്രോമൈഡ്, അവിടെ സോഡിയം അയഡൈഡ് വന്നു അസറ്റോണിൻ്റെ പ്രസൻസിൽ. അപ്പോൾ എന്ത് ചെയ്തു? ബ്രോമിന് NaBr AgBr വന്ന പോലെ തന്നെ NaBrഉം കട്ട ചങ്കുകളാണ്. അപ്പോൾ ബ്രോമിന് പോവും, അയഡിൻ അവിടെ വന്നിരിക്കും. അപ്പോൾ അതിൻ്റെ ജനറൽ കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി SN1 SN2 തമ്മിലുള്ള ഡിഫറൻസ് കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇത് വിട്ടൊരു കളിയില്ല, SN1 ആൻഡ് SN2ൻ്റെ ഡിഫറൻസ്. പിന്നെ വീണ്ടും സെയ്റ്റ്സെഫ് റൂൾ ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ റൂള് കാര്യങ്ങൾ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ദെൻ അവിടെ പെൻറ്റൈനാണ് പറഞ്ഞത്. ഇവിടെ 2-ബ്രോമോ-ബ്യൂട്ടൈൻ നിങ്ങൾ എന്താവും പ്രൊഡക്റ്റ് എന്ന് കാണാം. അപ്പോൾ 2-ബ്രോമോ-ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞാൽ 4 ഇതിനകത്ത് ഇനി 2 ബ്രോമിൻ വരും. അപ്പോൾ നമുക്ക് ഇവിടെയും ഡബിൾ ബോണ്ട് വരാം, അല്ലെങ്കിൽ ഇവിടെ വരാം. അപ്പോൾ ഏതായിരിക്കും മേജർ പ്രൊഡക്റ്റ്? ഇവിടെ നടുക്ക് ഡബിൾ ബോണ്ട് വരുന്നത്. അത് നിങ്ങൾ വരച്ച് നോക്കി ചെയ്താൽ മതി. ഇനി നമ്മൾ പോകുന്നു, ഇവിടെ വൻ പൊട്ടിത്തെറി നടക്കാൻ പോവാണ്. അപ്പം നമ്മുടെ അനിലിൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ എങ്കിൽ NH2 അല്ലേ. അനിലിൻ്റെ നാനോ കാറിൽ ആരോ HX എന്ന് പറഞ്ഞാൽ HCl ആവാം, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആവാം, HBr ആവാം. എന്തായാലും നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് വിചാരിക്കും. HX ഒഴിച്ചു 273 278 കെൽവിൻ. അനിലിനാകെ പൊട്ടിത്തെറിച്ചു. അനിലിൻ്റെ നാനോ കാറിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് HX ആരോ ഒഴിച്ചു എന്ന് പറയുമ്പോൾ അനിലിന് സഹിക്കോ? അനിലിന് കണ്ടോ N2+ ആൻഡ് X- ആകെ പൊട്ടിത്തെറിച്ചു. അതിനെയാണ് നമ്മൾ ഡയാസോണിയം ഹാലൈഡ് എന്ന് വിളിക്കുക. അങ്ങനെ ആ ഡയാസോണിയം ഹാലൈഡിനെ പിന്നെ Cu2X2 കോപ്പർ ക്ലോറൈഡ് നമ്മൾ ഹാലൈഡൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിനകത്ത് അറയിൽ ഹാലൈഡ് ഉണ്ടാവും. അപ്പോൾ അതായത് ഇപ്പം നമുക്കതിനകത്ത് നിന്ന് ക്ലോറോബെൻസീനൊക്കെ നമുക്ക് വേണമെങ്കിൽ HCl ആണ്, അല്ലെങ്കിൽ Cu2 Cl2 ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്തുണ്ടാക്കാം? ക്ലോറോബെൻസീൻ ഉണ്ടാക്കാം. അപ്പോൾ അതിനെ സാൻമെയർ റിയാക്ഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ സാൻമെയർ റിയാക്ഷൻ സംഭവം സിമ്പിളാണ്. നമ്മളൊരു അനിലിനെ വരയ്ക്കുക, NH2. അനിലിൻ്റെ നാനോ കാർ NO2 അതാരോ HX ഹൈഡ്രോക്ലോറിക് ആസിഡിൽ മുക്കിയെന്ന് വിചാരിക്കും. അനിലിനാകെ പൊട്ടിത്തെറിക്കും, N2+ Cl-. ദെൻ അങ്ങനെ പൊട്ടിത്തെറിച്ച അനിലിന് പിന്നെ നമ്മൾ പാപം അനിലിനെ നമ്മൾ കോപ്പർ Cu2 Cl2 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലോറോബെൻസീനാക്കി എടുക്കാം. അപ്പം അവിടെ നിങ്ങൾ Cl2ന് പകരം ജനറലി നമുക്ക് എന്ത് ചെയ്യാം? X2 എന്ന് എഴുതാം. അപ്പോൾ സാൻമെയർ റിയാക്ഷനാണ് ഇതിൻ്റെ ആൻസർ വരിക. ദെൻ അടുത്തതിലോട്ട് നമ്മൾ പോകുമ്പോൾ ഇതിനകത്ത് എക്സ്ചേഞ്ച് ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ടെർഷ് ബ്യൂട്ടൈൽ ഇതൊക്കെ റിപ്പീറ്റ് ക്വസ്റ്റൻ ആട്ടോ. നിങ്ങൾ ക്വസ്റ്റൻ ഒന്നുകൂടി ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതേ ക്വസ്റ്റൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഫിംഗൽസ്റ്റീനും കാര്യങ്ങളൊക്കെ. ദെൻ സ്യൂട്ടബിൾ മെത്തേഡ് ഇത് ഏതാണ്? ഫിംഗൽസ്റ്റീനാണ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ളത്. ഇത് നമ്മുടെ SN1 മെക്കാനിസം നമ്മൾ പറഞ്ഞ സംഭവം. സോ നമ്മൾ ഇതിനകത്ത് പിന്നീട് പറഞ്ഞിട്ടുള്ളതാ, ഇതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മുടെ മാർക്കോനിക്കോഫ് റൂള്. എങ്ങോട്ടേക്കായിരിക്കും? HIയിൽ പോവുക, അയഡിൻ പോവുക, ഏറ്റവും കുറവ് ഹൈഡ്രജൻ ഉള്ളത്. നെഗറ്റീവ് പാർട്ട് ഓഫ് ദി അഡൻഡം ഗോസ് ടു ദി കാർബൺ വിത്ത് ലീസ്റ്റ് നമ്പർ ഓഫ് ഹൈഡ്രജൻ. അപ്പം ഇവിടേക്കായിരിക്കും പോവുക. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയല്ലേ മാർക്കോനിക്കോഫ് റൂള് നിങ്ങൾ പഠിച്ചതല്ലേ? അയഡിൻ ഇങ്ങോട്ട് വരും, ദെൻ ഇവിടെ H ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇതായിരിക്കും മേജർ. ഇനി അല്ലാത്ത മറ്റേ രീതിയിൽ പോകുന്നത് മൈനർ പ്രൊഡക്റ്റ് ആയിരിക്കും. SN1 SN2 നിങ്ങൾ മറന്നൊരു കളിയും കളിക്കണ്ട. SN1 എന്ന് പറഞ്ഞാൽ യൂണിമോളിക്കുലാർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി പോയാ. എനിവേ SN2 എന്ന് പറഞ്ഞാൽ ബൈമോളിക്കുലാർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ദെൻ മോളിക്കുലാരിറ്റി SN1ൽ 1 ഓർഡർ 1. SN2ൽ മോളിക്കുലാരിറ്റി ഓർഡറൊക്കെ 2. 2 സ്റ്റെപ്പ്. SN1 എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് നോക്കുമ്പോൾ നേരെ തിരിച്ചാട്ടോ. SN1 2 സ്റ്റെപ്പാണ്, SN2 സിംഗിൾ സ്റ്റെപ്പാണ്. പിന്നെ SN1ൽ ടെർഷറി, സെക്കൻഡറി, പ്രൈമറി അങ്ങനെയാണ് വരിക. ഇപ്പോൾ SN1 അല്ലേ, അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ടെർഷറിക്കാണ് ആദ്യം. പക്ഷേ SN2ലോ പ്രൈമറിക്കാണ് ആദ്യം. പ്രൈമറിക്കാണ് റിയാക്ടിവിറ്റി. അപ്പോൾ അത് ഓർഡറും കൂടി ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി എന്ന് എഴുതിയാൽ മതി ഇതിന് നേരെ.
എന്നിട്ട് പ്രൈമറി സെക്കൻഡറി ടെർഷറി സെക്കൻഡറി പ്രൈമറി ചെയ്ത SN1 നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ദെൻ ഇതിനകത്ത് ബോയിലിംഗ് പോയിന്റിന്റെ ഓർഡർ. ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ചെയിനായിട്ട് നേരെ ചെയിനുള്ളവർക്ക്, വലിയ ബ്രാഞ്ച് ഇല്ലാത്ത നേരെ പോകുന്ന നീളം ചെയിനുള്ളവർക്കൊക്കെ എന്താണ് ബോയിലിംഗ് പോയിന്റ് കൂടും. അപ്പോൾ ഇതിനകത്ത് ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കൂടുക, ഏറ്റവും വലിയ ചെയിൻ ഇപ്പോൾ ഇതിനകത്ത് 1-chloro-butane ആണ്. ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞാൽ 4 കാർബൺ ഇല്ലേ. പിന്നെ ഇതിനകത്ത് ബ്രാഞ്ച് വന്നാൽ അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് കുറയും. അപ്പോൾ 2-chloro-propane ഉണ്ട്, 1-chloro-propane ഉണ്ട്. 2-chloro എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് ബ്രാഞ്ചിങ് പോലെയാണ് വരിക. അപ്പോൾ അതിനേക്കാളും ഏറ്റവും പിന്നെ ബോയിലിംഗ് പോയിന്റ് ഇതിനായിരിക്കും. അപ്പോൾ ഏറ്റവും കുറവ് 2-chloro-propane ആയിരിക്കും. കാരണം 2-chloro-propane എന്ന് പറഞ്ഞാൽ ഇവിടെയല്ലേ വരിക, ബ്രാഞ്ച് വന്നാൽ ബോയിലിംഗ് പോയിന്റ് കുറയും. മറ്റേതൊക്കെ എൻഡിലല്ലേ വരുന്നത്. പിന്നെ ക്ലോറോഫോമിൻ്റെ യൂസ് റെഫ്രിജറൻ്റ് ആയിട്ട്, ഫ്രിയോൺ ഇൻ റെഫ്രിജറൻറ്റിലുള്ള ഫ്രിയോൺ ആയിട്ട് R22 ആയിട്ട് ഉപയോഗിക്കും. അപ്പം ദെൻ ഇതിനകത്ത് പിന്നീട് ചോദിച്ചതെല്ലാം നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യനുകളാണ്. ഇതിനകത്ത് എല്ലാം പറഞ്ഞ ക്വസ്റ്റ്യനുകളാണ്. ഇതിനകത്ത് ഒന്നുമില്ലല്ലോ, എല്ലാം ഡിസ്കസ്ഡ് ആണ്. ഓക്കെ, സേഫ് റൂള് കാര്യങ്ങളൊക്കെ. ദെൻ ഇത് നമ്മുടെ അറീൽ ഹാലൈഡുകൾ പൊതുവേ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്താറില്ല. എന്ന് പറഞ്ഞാൽ ഈ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനേ ഇവിടെ ഈ തല പോകുന്ന പരിപാടിയാണ്. ഇതിപ്പോൾ നമ്മുടെ ക്ലോറോബെൻസീൻ, ഇവിടെ മുകളിൽ ക്ലോറിനാണ്. അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് പോകാൻ അവർ സമ്മതിക്കില്ലാന്നേ. എന്താണെന്നറിയോ, ഈ ക്ലോറിൻ്റെ ഇലക്ട്രോണുകളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ റെസനൻസ് ആണ്. ഇതാ ഞാൻ ഇവിടെ അടിയിൽ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്ലോറിൻ്റെ ഇലക്ട്രോണുകളൊക്കെ ഉണ്ടല്ലോ, ക്ലോറിൻ്റെ അടുത്ത് കുറേ ഇലക്ട്രോൺ ഉണ്ട്, പക്ഷെ അവരൊക്കെ ഇവിടെ ഇങ്ങനെ ഈ ബെൻസീൻ റിംഗ് ഇലക്ട്രോൺ ഇങ്ങനെ കൊടുത്ത് കളിക്കുകയാണ്, റെസനൻസ്. അപ്പോൾ അത് കാരണം ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരുന്നതുകൊണ്ട് തന്നെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്, ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ. അപ്പോൾ റെസനൻസ് ആണ് അതിൻ്റെ റീസൺ. മാത്രമല്ല റെസനൻസ് അപ്പോൾ അറീൽ ഹാലൈഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ വല്ലാണ്ട് നടത്തൂല. അതായത് അവർക്ക് ഇവിടെയൊക്കെ റിയാക്ഷൻ ആളുകൾ വരും, പക്ഷേ ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കില്ല തലയിൽ. അപ്പം തല മാറ്റി ഒരു കളിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് കാരണം CX ബോണ്ട്, പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്, റെസനൻസിലാണ്. അതുപോലെ തന്നെ ഫിനൈൽ കാറ്റയോൺ, ഇനിയിപ്പോൾ അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കാറ്റയോൺ ഏതാ, പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഫിനൈൽ കാറ്റയോൺ ഉണ്ടാവുക, പൊട്ടിപ്പോയി കഴിഞ്ഞാൽ. അതായത് നമ്മുടെ ഫിനൈൽ കാറ്റയോൺ അത് അതിന് റെസനൻസ് സ്റ്റെബിലൈസേഷൻ ഒന്നുമില്ല, സ്റ്റെബിലിറ്റി കുറവാണ്. പിന്നെ ഇനിയിപ്പം അതിനോട്ട് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോഫൈലിൻ്റെ ചാർജ് എന്താ, നിങ്ങൾ +1 പഠിച്ചാണ്, -ആണ്. ബെൻസീൻ റിംഗിലും നല്ല ഇലക്ട്രോൺ ആണ്, അപ്പോൾ -ആണ്. അപ്പോൾ ഭയങ്കര റിപ്പൽഷൻ വരും. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന് നെഗറ്റീവ് റിപ്പൽഷൻ അല്ല അവർ സമ്മതിക്കില്ല. ദെൻ ആൽക്കഹോൾ, ഫിനോൾ, ഇതറിലോട്ടാണ് നമ്മൾ ഇതിനകത്ത് പോകുന്നത്. എന്തുകൊണ്ടാണ് അതിനകത്ത് ആൽക്കഹോൾ സൊല്യൂബിൾ എന്ന് വെച്ചാൽ വാട്ടർ സൊല്യൂബിൾ, അതിനകത്ത് സൊല്യൂബിലിറ്റി ഓഫ് ആൽക്കഹോൾ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. കണ്ടോ, വാട്ടർ മോളിക്യൂളും അതിലെ ഹൈഡ്രജനും ആൽക്കഹോളിലെ നമ്മുടെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലൊരു ബോണ്ട്. അപ്പം ഇവർ തമ്മിൽ ഇവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ട്. പിന്നെ അതിനകത്ത് ഡൈലൂട്ട് HNO3 ആണെങ്കിൽ ഫീനോൾ എന്താ ഉണ്ടാക്കുക എന്നറിയോ, നമ്മുടെ ഫീനോള് പാരയിലും ഒരു NO2 വരും, ഫീനോൾ ഇവിടെ OH. അപ്പോൾ പാരയിലും ഓർത്തോല് NO2 വരും. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, പാരയിലും NO2 വരും, പാര അവിടെ. അപ്പോൾ നിങ്ങൾ ബെൻസീൻ റിംഗ് ഒക്കെ അടിപൊളിയായിട്ട് വരയ്ക്കുക കേട്ടോ. ഓക്കെ, ഞാൻ ഒന്നുകൂടി വരയ്ക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം പാരയിലും ഇവിടെ NO2 വരും, പാര മേജർ പ്രോഡക്റ്റ്. ദെൻ വാട്ട് ഈസ് പ്രൊഡക്റ്റ് വെൻ ഫീനോൾ ഈസ് യൂസ്ഡ്, കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആണെങ്കിൽ ഞാൻ മുകളിൽ എഴുതാട്ടോ, ഇവിടെ മുകളിൽ ഗ്യാപ്പുള്ള കൊടുത്തതാ. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആണ് ഫീനോൾ റിയാക്ട് ചെയ്യുന്നെങ്കിൽ, ഫീനോള് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നൈട്രിക് ആസിഡ് അല്ലേ, ഫീനോളിൻ്റെ കയ്യും കാലും ഒക്കെ പൊള്ളും. ഇപ്പോൾ ഇവിടെ ഓർത്തോല് കയ്യും ഇവിടെ കാലും ഒക്കെ ആയിട്ട് പൊള്ളിയിട്ടുള്ളൂ. പക്ഷെ ഇവിടെ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് വന്നാലേ ഫീനോളിൻ്റെ കയ്യിലും NO2 വരും, ഫീനോളിൻ്റെ കാലിലും NO2 വരും, ഇവിടെ 2 കയ്യിലും വരും. മൊത്തത്തെ ഫീനോൾ പൊള്ളിയെന്നേ, ഫീനോൾ പൊള്ളിച്ചത്. അതെ, അപ്പോൾ അടിപൊളിയായിട്ട് കോൺസെൻട്രേറ്റ് HNO3 ഫീനോൾ ചെയ്ത് കഴിഞ്ഞാൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് ഉണ്ടാവും. നമ്മളതിനെ പിക്രിക് ആസിഡ് എന്നാണ് വിളിക്കുക. ദെൻ പിന്നീട് എഥനോൾ എങ്ങനെ ഉണ്ടാക്കും മൊളാസസിൽ നിന്ന്. ഇത് നമ്മുടെ C12H22O11 നമ്മുടെ സൂക്രോസ്, അത് ഇൻവെർട്ടൈസ് ഇട്ട് കഴിഞ്ഞാൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആവും. പിന്നെ അതിലോട്ട് സൈമേഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഗ്ലൂക്കോസ് ഫ്രക്ടോസ് അതിൽ സൈമേഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കഹോൾ ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ മൊളാസസ് എന്ന് പറഞ്ഞാൽ ഷുഗർ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെയാണ് ഉണ്ടാക്കുക, ഫെർമെൻറ്റേഷൻ ഓഫ് മൊളാസസ്. ദെൻ എന്താണ് ഡീനാച്ചുറേഷൻ ഓഫ് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ, ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ കോപ്പർ സൾഫേറ്റ്, പിരിഡിനൊക്കെ മിക്സ് ചെയ്യും. അപ്പോൾ അതിനകത്ത് പിരിഡിൻ എന്ന് പറഞ്ഞാൽ ഫൗൾ സ്മെല്ലിംഗ് ലിക്വിഡാണ്. അപ്പം കോപ്പർ സൾഫേറ്റ് അതിന് കളർ കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിനെയാണ് ഡീനാച്ചുറേഷൻ ഓഫ് ആൽക്കഹോൾ. അപ്പോൾ ആൽക്കഹോൾ ഈസ് മെയ്ഡ് അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. ഇനി ഇതിനകത്ത് നിങ്ങളോട് ചോദിക്കും, ഇവിടെ നമുക്ക് ഒരു ആൽക്കഹോൾ CH3CH2OH, അത് 443 കെൽവിനിൽ സൾഫ്യൂരിക് ആസിഡിൽ ട്രീറ്റ് ചെയ്ത ഒരു ഇഥീനാണ് ആവുക.
എന്നാലോ 413 കെൽവിനിലാണെങ്കിലോ ഒരു ഈഥറാണ് ഉണ്ടാവുക. അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾ ആ റിയാക്ഷൻ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ദെൻ ഫീനോൾ എങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ. അപ്പോൾ ഇത് ക്യുമീനാണ്. നിങ്ങൾ ഇങ്ങനെ കുമീൻ എന്ന് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കുക. അവിടെ ഒരു CH വരയ്ക്കുക, എന്നിട്ട് CHൻ്റെ ഇങ്ങോട്ടേക്ക് ഒരു CH3 കൊടുക്കുക, ഇങ്ങോട്ടേക്ക് ഒരു CH3 കൊടുക്കുക. എന്നിട്ട് ക്യുമീൻ ഓക്സിജൻ്റെ പ്രസൻസിൽ നടന്നാലേ ഇതുപോലൊരു സാധനം ഉണ്ടാവും. ഇതാ നമുക്ക് ഇവിടെ ഞാൻ ഇതുപോലെ ഒരു സാധനം COOH, പിന്നെ ഇങ്ങോട്ടേക്ക് CH3, ഇങ്ങോട്ടേക്ക് CH3, എന്നിട്ട് പിന്നെ അത് നമ്മൾ അസിഡിക് മീഡിയം അതിനകത്ത് ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫീനോൾ കിട്ടും. അപ്പോൾ ഫീനോളിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ലാർജ് സ്കെയിലിൽ പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഒരു നമ്മുടെ ക്യുമീൻ എന്നാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്റ്റെപ്പ് കാര്യങ്ങൾ പഠിക്കുക. ദെൻ നമ്മൾ അടുത്തതിലോട്ട് പോകുമ്പോൾ ബ്രോമിൻ വാട്ടറിൽ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നാണ്. അപ്പം 2,4,6 ട്രൈബ്രോമോ ഫീനോളാണ്. നമ്മുടെ ഫീനോളിനെ ഒന്നുമില്ലാന്നേ ഫീനോളിനെ ബ്രോമിൻ വാട്ടറിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സംഭവിക്കുക. ഇനി കാർബൺ ഡൈസൾഫൈഡിൽ ആണ് ബ്രോമിൻ എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് ഓരോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓർത്തോലും ഇവിടെ പാരയിലൊക്കെയാണ് ബ്രോമിൻ വരിക. അപ്പോൾ CS2 ആണോ നിങ്ങൾ നോക്കണം. ബ്രോമിൻ വാട്ടർ ആണ് CS2ലാണ് ഇങ്ങനെ വരിക, ബ്രോമിൻ വാട്ടർ ആണ് ഇങ്ങനെ വരിക. സിങ്ക് ഡസ്റ്റുമായിട്ട് ഫീനോളിൻ്റെ റിയാക്ഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഫീനോള് OH അല്ലേ, സിങ്ക് ആയിട്ട് റിയാക്ട് ചെയ്താൽ സിങ്ക് കളനാണ്. സിങ്ക് നമ്മുടെ ഫീനോളിൻ്റെ ഓക്സിജൻ അടിച്ചുകൊണ്ട് പോകും കണ്ടോ. എന്നിട്ട് ഫീനോൾ എന്തായി മാറി എന്നറിയോ, ഓക്സിജൻ പോയാൽ ഫീനോൾ ബെൻസീൻ ആവും. കോൺസെൻട്രേറ്റ് എച്ചിനോത്തിന് നമ്മൾ പറഞ്ഞതാണ് ഫീനോളിൻ്റെ കയ്യും കാലും ഒക്കെ പൊള്ളുമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ സ്ലൈഡിൽ. റൈമർ ടീമാൻ റിയാക്ഷൻ അടിപൊളി ഒരു കോഡ് ഉണ്ട് കേട്ടോ. ആദ്യം ഞാൻ കോൾബ് പറഞ്ഞ കഥ പറയാം. ഓള് ഫീനോള് ഉണ്ടോ, നമ്മുടെ ഫീനോൾ ബെൻസീനിങ് വായിച്ച് ഓള് ഉപ്പിലിട്ട് ഓള്. അപ്പം ഉപ്പിലിട്ട് ഓള് എന്തായി, എണ്ണ ഒഴിച്ച് ചേർത്തപ്പോൾ ഓന ശ്വസിച്ചു കാർബൺ ഡൈ ഓക്സൈഡും H+. അപ്പോൾ ഓളെ കൈ എന്ത് ചെയ്ത്, ആസിഡ് വന്നു ഓളെ കയ്യിൽ. അപ്പം ഇങ്ങനെ ഓളെ കയ്യിൽ എന്ന ഇവിടെ ഓർത്തോ പൊസിഷൻ, ഓളെ കൈ പൊള്ളി. അപ്പോൾ ഓളെ കൈ പൊള്ളി. അപ്പോൾ എന്തായി, ഇതാ സംഭവം കോൾബ് പറഞ്ഞ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീനോളിനെ എണ്ണ ഒഴിച്ച് ഉപ്പിലിട്ട്, അപ്പോൾ ഓനെ കാർബൺ ഡൈ ഓക്സൈഡ് ഓന് ശ്വസിച്ച്, അപ്പോൾ ഓളെ കൈ പൊള്ളി. അത് തന്നെ. അപ്പോൾ ഫീനോളിൻ്റെ കൂടെ കയ്യിൽ എന്തെങ്കിലും ആസിഡ് വന്നു. പൊള്ളി എന്ന് പറഞ്ഞാൽ ആസിഡ് വന്നുകൊണ്ടാണ് നമ്മൾ പൊള്ളി എന്ന് പറഞ്ഞത്. ഇനി റൈമർ ടീമാൻ പറഞ്ഞ കഥ എന്താണെന്നറിയോ, അങ്ങനെ എന്ത് ചെയ്തു എന്നറിയോ, നമ്മൾ കൈ പൊള്ളിയില്ലേ, ഓളെ ക്ലോറോഫോം മയക്കി കിടത്തുന്ന സാധനമാണ് ക്ലോറോഫോം പിന്നെ എണ്ണ ഒഴിച്ച്. അപ്പം എന്തായി എന്നറിയോ, ഓളെ കൈ ഉപ്പിലിട്ടേക്കണം ഇവിടെ. അവൾക്ക് ക്ലോറോഫോമും മയക്കി കിടത്തി ഉപ്പിലിട്ട്, അപ്പോൾ അയക്കണ്. പിന്നെ അവിടെ CHO ആയി, കൈ എന്തായി CHO ആയി. അങ്ങനെ പിന്നെ അവസാനം കൈ എന്തായി, ആ പൊള്ളലൊന്ന് ചെറുതായി മാറിക്കിട്ടി. അപ്പോൾ COH ഇപ്പം എന്തായി, സാലിസിലാൽഡിഹൈഡായി. ഇത് സാലിസിലിക് ആസിഡ് ആയിരുന്നു. അപ്പോൾ കോൾബ് റിയാക്ഷൻ നിങ്ങൾ എണ്ണ ഒഴിച്ച് കാർബൺ ശ്വാസം വിട്ട് കാർബൺ ഡൈ ഓക്സൈഡ്, അപ്പോൾ ഓളെ കൈ പൊള്ളി. ഇനി ഓളെ CH3Cl3 ക്ലോറോഫോം എന്ന് പറഞ്ഞാൽ മയക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനമല്ലേ. അപ്പോൾ എണ്ണ ഒഴിച്ച് അപ്പോൾ ഓനായി. പിന്നെ ആ ക്ലോറോഫോമിലെ CH3Cl3 എന്താണെന്ന് പറയുക, ഇവിടെ CHO ആയിട്ട് വരും. ഇവിടെ CHCl2 ആവും. പിന്നെ NaOHൻ്റെ പ്രസൻസിൽ അത് CHO ആവും. ഈ CHO എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ OH ആവും. എണ്ണ പെട്ടെന്ന് പോകുന്നേ OH ആവും. എന്നിട്ട് സാലിസിലാൽഡിഹൈഡ് ആവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അടിപൊളി റിയാക്ഷൻസ്. ദെൻ ഇതിനകത്ത് പ്രൈമറി സെക്കൻഡറി ടെർഷറി ആൽക്കഹോളുകൾ എങ്ങനെ തിരിച്ചറിയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ലൂക്കാസ് ടെസ്റ്റ് ആണ്. ഇതിനകത്തിപ്പം നമ്മൾ ആൽക്കഹോൾ പ്രൈമറി ആൽക്കഹോൾ ഉണ്ട്. നമുക്കിപ്പോൾ ഒരു CH3 CH2OH, അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ട് CH3 CH2 CH3 ഇവിടെ OH വരാം, സെക്കൻഡറി ആൽക്കഹോൾ. അല്ലെങ്കിൽ നമുക്ക് CH3 ഇവിടെ OH വരാം. അപ്പോൾ ഇത് ടെർഷറി ആൽക്കഹോളാണ്. ടെർഷറി ആൽക്കഹോൾ നമ്മൾ കോൺസെൻട്രേറ്റഡ് HCl-ഉം സിങ്ക് ക്ലോറൈഡും, ഇതാണ് ലൂക്കാസ് റിയേജന്റ്. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് മേലെ. അതായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടെർഷറി പെട്ടെന്ന് ഈ OH മാറിയിട്ട് ഇവിടെ എന്ത് വരുന്നറിയോ, അതിലെ Cl വന്നിരിക്കും. അപ്പം അത് നല്ല ഒരു മേഘം പോലെ ക്ലൗഡിനെസ് ഉണ്ടാക്കും. അപ്പോൾ ടെർഷറി പെട്ടെന്ന് തന്നെ അതിനകത്ത് കോൺസെൻട്രേറ്റഡ് HCl സിങ്ക് ക്ലോറൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവിടെ ടെർബിഡിറ്റി ഫോം ചെയ്യും വിത്തിൻ സെക്കൻഡ്സ്. പക്ഷേ നമ്മുടെ സെക്കൻഡറി ഇടക്ക് നടുക്ക് OH വരുന്ന സംഭവമാണെങ്കിൽ അത്ര പെട്ടെന്ന് ചെയ്യില്ല, മിനിറ്റുകൾ എടുക്കും. പക്ഷെ നമ്മുടെ പ്രൈമറി ഉണ്ടല്ലോ, അപ്പം പ്രൈമറി ആൽക്കഹോൾ CH3 CH2OH ആണെങ്കിൽ അത് അതിനകത്ത് റൂം ടെമ്പറേച്ചറിൽ തരില്ല. നമ്മൾ പുള്ളിനെ ചൂടാക്കി കഴിഞ്ഞാലൊക്കെ ലൂക്കാസ് ടെസ്റ്റ് ആയിട്ട്. അപ്പോൾ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഒരു നിലക്കും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വിട്ടുപോയത്, കാരണം ലൂക്കാസ് ടെസ്റ്റ് ഇല്ലാത്ത പരീക്ഷ പേപ്പർ ഉണ്ടാവില്ല. ഇനി നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ആൽക്കഹോളിന് എന്തുകൊണ്ടാണ് ഫീനോളൊക്കെ ബോയിലിംഗ് പോയിന്റ് എന്ന്. അതിലൊക്കെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. പിന്നെ ആസ്പിരിൻ ഉണ്ടാക്കുന്നത്, ഇത് നിങ്ങളൊന്ന് നോക്കി വെച്ചോളൂ, പണ്ട് എങ്ങാണ്ട് ചോദിച്ചതാണ്. ഓക്കെ. ദെൻ OH നമ്മുടെ സാലിസിലിക് ആസിഡ്, അത്
നമ്മുടെ അസറ്റിക് അൺഹൈഡ്രേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ COH അവിടെ തന്നെ ഉണ്ടാവും. ഈ OH എന്താവും അറിയോ, ഈ OH ഈ CH3COOH എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ പോവും. ബാക്കി ഉള്ള സാധനം ഉണ്ടല്ലോ ഈ OCOCH3 അത് ഈ റിംഗിൽ ഇവിടെ വന്നിരിക്കും. അപ്പം അതാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് C6H5OCH3 മെതോക്സി നമ്മുടെ ബെൻസീൻ ഇതിനകത്ത് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ അയഡിൻ ആരുടെ കൂടെ പോകുന്ന അറിയോ, ഈ ചെറിയ ഗ്രൂപ്പിൻ്റെ കൂടെ പോകും. അപ്പോൾ ഇതിനകത്ത് ഉണ്ടാവുക എങ്ങനെയാണ്, ഫീനോൾ ഉണ്ടാവും, നമ്മുടെ C6H5OH ഉണ്ടാവും പ്ലസ് CH3I. അപ്പം അതാണ് അതിനകത്ത് സംഭവം. ദെൻ പിന്നീട് നമുക്ക് ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ. അപ്പം നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് പോവുക. അത് നമ്മുടെ ഒരു ആൽക്കീൻ, നമ്മുടെ ബോറൈനുമായിട്ടുള്ള ആ ഒരു റിയാക്ഷനിൽ പിന്നെ അതിനകത്ത് BH2 ഗ്രൂപ്പ് വരും. പിന്നെ നമ്മുടെ അതിനകത്ത് ആൽക്കീനിൽ ഫൈനലി അവിടെ ഒരു ആൽക്കഹോൾ ഫോം ചെയ്യും. അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ പഠിച്ചോളൂ. അതിനകത്ത് എപ്പോഴോ ഒരിക്കലെങ്ങാണ്ട് വന്നതാണ്. ഓക്കെ. ദെൻ റൈമർ ടീമെ നമ്മൾ പറഞ്ഞു. വില്യംസൺ സിന്തസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അതിനകത്തൊരു കോഡ് ഉണ്ട്. RX ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കുക, എന്നിട്ട് RONA, അപ്പം റെക്സ്റോണ. അപ്പം ആൽക്കൈൽ ഹാലൈഡും സോഡിയം ആൽക്കോക്സൈഡും തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ROR ഒരു ഈതർ ഉണ്ടാവും. അപ്പം നിങ്ങൾ റെക്സ്റോണ സോപ്പ് തേച്ച് വില്യംസൺ ഒരു അലറി റോർ, അപ്പം റെക്സ്റോണ റോർ. അപ്പം ഇതിനകത്ത് നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ, സോഡിയം ഇതിനകത്ത് ആൽക്കൈൽ ഹാലൈഡ് ഏറ്റവും പ്രൈമറി ആയിരിക്കുന്നത് നല്ലത്. അപ്പോഴാണ് നമുക്ക് ആ ഒരു റിയാക്ഷൻ ഇതിനകത്ത് ഈതർ ഇവിടെ കിട്ടും. പക്ഷേ ഇവിടെ നോക്കൂ നിങ്ങൾ, ടെർഷറി ബ്യൂട്ടൈൽ ബ്രോമൈഡ് എടുക്കുമ്പോൾ അതിനകത്ത് സോഡിയം ആൽക്കോക്സൈഡ് അതിനകത്ത് പ്രൈമറി ആവുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ആൽക്കീനാണ് കിട്ടുക. അപ്പം ഇവിടെ ടെർട്ട് ബ്യൂട്ടൈൽ ആൽക്കോക്സൈഡ് അതിനകത്ത് ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് CH3Br, അതായത് നമുക്ക് എപ്പോഴും ആൽക്കൈൽ ഹാലൈഡ് ചെറുത് വന്നാലാണ് ഇതിനകത്ത് ഈതർ കിട്ടുക. അതല്ല ആൽക്കൈൽ ഹാലൈഡ് ഈ ബ്രാഞ്ചുള്ള ടെർഷറി ടൈപ്പ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ആൽക്കീനാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു റിയാക്ഷൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്തായാലും വില്യംസൺ സിന്തസിസ് അടിപൊളിയായിട്ട് പഠിക്കും. പിന്നീട് ഇതിനകത്ത് വന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെതോക്സി ആൽക്കഹോൾ എന്താണ് ഹയർ ബോയിലിംഗ് പോയിന്റ്, ആൽക്കഹോളിന് എഥനോളിന് എന്തുകൊണ്ട് ബോയിലിംഗ് പോയിന്റ് എന്ന് എപ്പോൾ ചോദിച്ചാലും നിങ്ങൾ അതിനകത്ത് എന്തുണ്ട്, ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടെന്ന് എഴുതുക. പിന്നെ ഫീനോള് അതുപോലെ ആൽക്കഹോളൊക്കെ അസിഡിറ്റി കാണിക്കാറുണ്ട് എന്ന് പറയുമ്പോഴേ ഈ ROH സോഡിയേറ്റ് റിയാക്ട് ചെയ്യുമ്പോഴേ RON ആയിട്ട് അവിടെ ഹൈഡ്രജൻ ഇവോൾവ് ചെയ്യും. അതിനെയാണ് അതിൻ്റെ അസിഡിറ്റി എന്ന് പറയാം. അപ്പോൾ അത് രണ്ട് നിങ്ങളോട് ഒരു എക്സാമ്പിളൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ROH അത് നമ്മുടെ സോഡിയേറ്റ് റിയാക്ട് ചെയ്താൽ RON ഉണ്ടാവും, പിന്നെ ഹൈഡ്രജൻ ഇവോൾവ് ചെയ്യും. അപ്പോൾ ഫീനോൾ ആണെങ്കിലും അങ്ങനെ തന്നെ, ഫീനോൾ ON ആയി മാറും സോഡിയം. അപ്പോൾ സോഡിയത്തിനായിട്ട് മെറ്റലായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെന്താണ്, അസിഡിക് സ്വഭാവമാണ്. അപ്പോൾ ഫീനോളിൻ്റെ ആൽക്കഹോളിൻ്റെ അസിഡിക് സ്വഭാവം ചോദിച്ചാൽ നിങ്ങൾ ഈ എക്സാമ്പിളാണ്, ഈ റിയാക്ഷനാണ് എഴുതേണ്ടത്. പിന്നെ വുഡ് സ്പ്ലിറ്റ് എന്താണെന്ന് ചോദിക്കും, മെഥനോളാണ്. വുഡ് സ്പ്ലിറ്റ് എന്താണ്, മെഥനോൾ ഇതാണ്. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ അതെങ്ങനെ മാനുഫാക്ചർ ചെയ്യാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും സിങ്ക് ഓക്സൈഡ് ക്രോമിയം ഓക്സൈഡ് അതിനൊക്കെ പ്രസൻസിൽ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറിലാണ് നമുക്ക് മെഥനോൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പം പറ്റുമെങ്കിൽ നോക്കിക്കോളൂ. ദെൻ ഇതിനകത്ത് പിന്നീട് ഇതെല്ലാം നമ്മൾ ചെയ്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആട്ടോ. ഒന്ന് ലൂക്കാസ് ടെസ്റ്റ്, മറ്റേത് നമ്മുടെ ഈതറിൻ്റെയും ആൽക്കീൻ്റെയും ഒക്കെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, ഇതിനുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ. ദെൻ ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ് ടോളറൻസ് റിയേജൻറ്റ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിക്കാൻ നിങ്ങൾ പോകരുത്. അതെന്താണെന്ന് അറിയാം, ഇത് ആൽഡിഹൈഡ് ആണ് CHO, ഇത് COCH3, ഇത് കീറ്റോൺ ആണ്. അപ്പോൾ അത് രണ്ടും തിരിച്ചറിയാൻ പറ്റും. ആ ടെസ്റ്റ് പോസിറ്റീവ് ആകുക ആൽഡിഹൈഡിനാണ്, കീറ്റോൺ ടെസ്റ്റ് തരൂല. അപ്പോൾ ടോളറൻസ് റിയേജൻ എന്ന് പറഞ്ഞാൽ ഫ്രഷ്ലി പ്രിപ്പയർഡ് അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് ആണ്. അപ്പോൾ AgNO3 സൊല്യൂഷൻ. ഇതിനെ നിങ്ങൾ AG ഇവിടെ AG ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഇങ്ങനെയും NH3 ഒക്കെ മാറിയിട്ടുണ്ട്. AG ടൈപ്പ് ചെയ്തപ്പോഴേ AgNH3 ട്വൈസ് ഇതിനകത്ത് പ്ലസ് OH മൈനസ് അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. അപ്പോൾ ആൽഡിഹൈഡ് ഇത് തരും. പിന്നെ നമ്മളതിന് കാര്യങ്ങൾ റിയാക്ഷൻ മെക്കാനിസം ഇവിടെ എഴുതിയതാണ്. ബ്രൈറ്റ് സിൽവർ മിറർ പ്രൊഡ്യൂസ് ചെയ്യും, കാരണം മെറ്റാലിക് സിൽവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു റിയാക്ഷനാണ് ഇവിടെ എഴുതിയത്. നമ്മളൊരു ആൽഡിഹൈഡ് ഇവിടെ കണ്ടോ, ആൽഡിഹൈഡ് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ആസിഡ് അതിനകത്ത് ഓക്സിഡേഷൻ നടക്കുന്നതാണ്, പക്ഷെ കീറ്റോൺ അത് നമുക്ക് തരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് ഇതിനകത്ത് നിങ്ങൾ ടൊളുവിൻ, ഇതൊരു ചോദ്യമാണ്,
CrO2Cl2 അതുപോലെ ഇൻ CS2 ഫോളോഡ് ബൈ അസിഡിഫിക്കേഷൻ ഓഫ് ബെൻസാൽഡിഹൈഡ്. അപ്പം ടൊളുവിൻ എടുത്തിട്ട് CrO2Cl2 CS2 കാർബൺ ഡൈസൾഫൈഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ പ്രൊഡക്റ്റ് കിട്ടുക? ബെൻസാൽഡിഹൈഡ് ആണ്. അസിഡിക് മീഡിയത്തിൽ നമ്മൾ ഇതിനെ ചെയ്യും. പിന്നെ ഇതിനകത്ത് പിന്നെ ആ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ അത് നമുക്ക് നമ്മുടെ കോമ്പൗണ്ട് എ ഏതാണെന്ന് ചോദിച്ചത്. ഏതാണ് നമ്മൾ എടുക്കേണ്ട കോമ്പൗണ്ട്? ടൊളുവിന് KMnO4. ഇപ്പോൾ ആൽക്കലൈൻ ആണെങ്കിലും അസിഡിക് ആണെങ്കിലും ഒക്കെ അതിനകത്ത് ബെൻസോയിക് ആസിഡ് ഉണ്ടാവുക. അപ്പോൾ അതും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ടൊളുവിനെ നമ്മൾ KMnO4 ആസിഡിക് മീഡിയത്തിലും ആൽക്കലി മീഡിയത്തിലൊക്കെ ചെയ്താലും നമുക്ക് എന്താ കിട്ടുക? ആസിഡാണ് കിട്ടുക, ബെൻസോയിക് ആസിഡ് കിട്ടും. അപ്പോൾ ഏത് സൈഡ് ചെയിൻ ആണെങ്കിലും എത്ര ബ്രാഞ്ച് ഉണ്ടെങ്കിലും താഴത്തെ ആ ഒരു റിയാക്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നീട് ഇതിനകത്ത് നമ്മൾ അടുത്തതിലോട്ട് പോകുമ്പോൾ ഇതിനകത്ത് കന്നിസാരോ റിയാക്ഷൻ, സ്റ്റീഫൻ റിയാക്ഷൻ, ഇത് ഇതിപ്പോൾ ഫോർമാലിഡിഹൈഡ് ഇങ്ങനെ വരച്ച് പഠിക്കുക. കോൺസെൻട്രേറ്റ് KOH ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും, മെഥനോളും ഉണ്ടാവും, പൊട്ടാസ്യം ഫോർമേറ്റും ഉണ്ടാവും. അപ്പോൾ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തവരാണ് ഇത് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ ഒരു CH2 വായിച്ചിട്ടുണ്ടാവും, ഇത് CH2 വായിച്ചാവും. ദെൻ ഇവിടെ CON ഉണ്ടാവും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. കന്നിസാരോ സ്റ്റീഫൻ ആണെങ്കിൽ ഒരു നൈട്രൈൽ കോമ്പൗണ്ട് RCN SnCl2 HCl എന്താവും? RCH ഡബിൾ ബോണ്ട് NH RCHO. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ദെൻ ഇതിനകത്ത് ഇത് നമ്മുടെ റോസൻമണ്ട് റിഡക്ഷൻ ആണ്. അപ്പം ബെൻസോയിൽ ക്ലോറൈഡ്, ഹൈഡ്രജൻ, പലേഡിയം ബേരിയം സൾഫേറ്റ്, പലേഡിയത്തിൻ്റെ പ്രസൻസിൽ ഹൈഡ്രജനും ബേരിയം സൾഫേറ്റ് ഒക്കെ ഉണ്ടാവും. ഇത് ബെൻസാൽഡിഹൈഡ് ആവും. അപ്പം പറ്റുമെങ്കിൽ റോസൻമണ്ട് റിഡക്ഷൻ പഠിക്കുക, ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസ്, ഇത് ജസ്റ്റ് നിങ്ങൾ ഇപ്പോൾ CO കോമ്പൗണ്ടിലോട്ട് ന്യൂക്ലിയോഫിലിക് അഡീഷൻ ഒക്കെ നിങ്ങൾക്ക് ഇപ്പം ജസ്റ്റ് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പഠിച്ചോളൂ. ഞാൻ അതിനകത്ത് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നില്ല, പക്ഷേ വേണമെങ്കിൽ ചോദിക്കാം, ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് LiAH4 അത് ചോദിക്കാം. ആൽക്കഹോള് നമ്മൾ ആൽഡിഹൈഡിനെ LiAH4 റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കഹോളാണ് കിട്ടുക. പിന്നെ നമ്മൾ പോകുമ്പോൾ ആൽഡിഹൈഡ് കീറ്റോണും എങ്ങനെയാണ്, ഏതാണ് കൂടുതൽ റിയാക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽഡിഹൈഡ് ആണ്. പിന്നീട് അതിനകത്ത് ആൽഡിഹൈഡ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ആൽഡിഹൈഡും കീറ്റോണും എങ്ങനെയാണ് തിരിച്ചറിയാൻ? ടോളറൻസ് റിയേജൻ്റ് ആണ്. ആൽഡിഹൈഡ് ടെസ്റ്റ് തരും. ഫെലിങ്സ് ആണെങ്കിലും ആൽഡിഹൈഡ് തരും. അത് തന്നെ അരോമാറ്റിക് ആൽഡിഹൈഡ് ഇത് തരൂല, ഫെലിങ്സ് റിങ് ഉള്ളത് തരൂല. പിന്നെ ആലോഫോം റിയാക്ഷൻ, അത് നിങ്ങൾ ഈ റിയാക്ഷൻ പഠിച്ചു വെക്കുക. ആലോഫോം റിയാക്ഷൻ, അതിനകത്ത് നമുക്കൊരു ആലോഫോം ഉണ്ടാവും, ഒരു ക്ലോറോഫോം ഒക്കെ പോലുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും. അപ്പം ഒരു കീറ്റോണിന് നമ്മൾ NaOX അതുമായിട്ട് സോഡിയം ഹൈപ്പോ ഹാലൈറ്റുമായിട്ട് റിയാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് RCON + CH6 കിട്ടും. പിന്നീട് ഇതിനകത്ത് ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ, ബെൻസീന് കാർബൺ മോണോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ഇൻ പ്രസൻസ് ഓഫ് അലൂമിനിയം ക്ലോറൈഡ്, ദെൻ ബെൻസാൽഡിഹൈഡ് കിട്ടും. ഗട്ടർമാൻ കോച്ചൊക്കെ ചോദിക്കാറുണ്ട്. പിന്നീട് ഇതിനകത്ത് കമ്മൻസൻ റിഡക്ഷനും വോൾഫ് കിഷ്ണർ റിഡക്ഷനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ഒരു കീറ്റോൺ അല്ലെങ്കിൽ നമ്മുടെ ആൽഡിഹൈഡ് ഗ്രൂപ്പുകൾ ഇതിനകത്ത് സിങ്ക് അമാൽഗം അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ഹൈഡ്രോ കാർബൺ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ CO ഗ്രൂപ്പിന് NH2 അതിനകത്ത് അതുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് C ഡബിൾ ബോണ്ട് NH2 വരും. അപ്പോൾ ഹൈഡ്രസിൻ്റെ ആ ഒരു റിയാക്ഷൻ അതിനകത്ത്. പിന്നീട് വോൾഫ് കിഷ്ണർ, അപ്പോൾ അതിനകത്ത് ഒരു ഹൈഡ്രോ കാർബൺ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആ CO ഗ്രൂപ്പ് പോയിട്ട് അവിടെ CH2 വരും. അപ്പോൾ ഒന്നുമില്ല, ഇത് വളരെ എളുപ്പമായിട്ട് പഠിക്കാൻ. ഇവിടെ ഈ CO എന്നിങ്ങനെ വരച്ചിട്ടേ വോൾഫ്, ഇപ്പോൾ ക്ലമ്മൻഷൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ CO എന്നിങ്ങനെ വരച്ചിട്ടേ ഈ ഓൻ ഇവിടെ മാറ്റി ഡബിൾ ബോണ്ട് മാറ്റി ഇവിടെ CH2 ആക്കി കൊടുത്താൽ മതി. എന്ത് സിമ്പിളാണ്. പക്ഷേ ഇത് പഠിക്കണം കേട്ടോ, സിങ്ക് അമാൽഗം HCl എന്ന്, അതാണ് ക്ലമ്മൻസൻ. അപ്പം ക്ലമ്മൻസൻ എന്ന് പഠിച്ചാൽ മതി. അപ്പോൾ സിങ്ക് ഓർമ്മ വരും, ക്ലമ്മൻസൻ. ഇപ്പോൾ സിങ്ക് അമാൽഗം HCl. എന്നിട്ട് CO എവിടെ ആണെങ്കിലും ആ Cയിലെ ഈ നല്ല സുഖമല്ലേ ഇത്, C ഡബിൾ ബോണ്ടിൽ ഇതിനെ മാറ്റിയിട്ട് ഇവിടെ നിങ്ങൾ ഈ H2 എന്നങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ ആ റിയാജൻറ്റ് പഠിച്ചാൽ മതി. ഇവിടെ നമുക്ക് NH2 ഇവിടെ KOH എഥിലീൻ ഗ്ലൈക്കോൾ ഹീറ്റ്. അപ്പോൾ അതാണ് വോൾഫ് കിഷ്ണർ. അപ്പോൾ അതൊക്കെ പഠിച്ചു വെക്കുക, ഒന്ന് എഴുതി കഴിഞ്ഞാൽ പഠിക്കാവുന്നേ ഉള്ളൂ. ക്രിഗ്നാർഡ് റിയാജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RMgX ആണ്. അതും വളരെ സിമ്പിളാണ്. ഇതെങ്ങനെ എഴുതിയാൽ മതി, ഒരു CH3MgX എന്ന് പറഞ്ഞിട്ട് എഴുതാം. ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ്. പിന്നെ സേഫ് റൂൾ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ പിന്നീട് അതിനകത്ത് ഇത് നമ്മുടെ എന്താണ്, കന്നിസാരോ റിയാക്ഷനാണ്. ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡ് അതിനകത്ത് ഇപ്പോൾ കോൺസെൻട്രേറ്റ് NOH ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒരു മെഥനോളും ഒരു HCO ഒക്കെ ഉണ്ടാവും. നമ്മൾ പറഞ്ഞാണ് HVZ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. അത് നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിട്ടുള്ളൂ. ഒരു എളുപ്പമാണ്, RCH2COH എന്ന് എഴുതുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ഹാലജനും പിന്നെ റെഡ് ഫോസ്ഫറസും ആണെങ്കിൽ RCH ഇവിടെ എന്ത് ചെയ്യുക, ഒരു അങ്ങനെ. അപ്പോൾ നമ്മളൊരു ആൽക്കഹോൾ ഇപ്പം CH3CH2 ഒരു ആൽക്കഹോളിലെ ഒരു ആസിഡ്. അപ്പോൾ ആസിഡിൽ ഇനി അതിനകത്ത് നിങ്ങൾ ഏതെങ്കിലും ബ്രോമിനോ എന്നിട്ട് റെഡ് ഫോസ്ഫറസ് എന്നൊക്കെ എഴുതുക. എന്നിട്ട് H2 എഴുതിയിട്ട് എന്താണെന്നറിയോ, CH3CH അത് അവിടെ തന്നെ കിടന്നു കേട്ടോ. ഈ എക്സിന് ഇവിടെ ഒരു ഹാലജൻ ഇവിടെ എടുത്ത് ഹാലജൻ അവിടെ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റിയാക്ഷൻ കണ്ടാൽ മനസ്സിലാവും. അവിടെ ഒരു X വന്നു, ഹാലജൻ സബ്സ്റ്റിറ്റ്യൂട്ടറായി. അപ്പോൾ HVZ റിയാക്ഷനാണ്.
പിന്നീട് ഇതിനകത്ത് ഈ റിയാക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇറ്റാഡ് റിയാക്ഷൻ വഴിയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഫോം ചെയ്യാം എന്നുള്ളതാണ്. ദെൻ പിന്നീട് ഇതിനകത്ത് കന്നിസാരോ റിയാക്ഷൻ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഡൈലൂട്ട് NOH ആണെങ്കിൽ ഇതാണ് വരിക, ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ ആണ്. അപ്പം അതിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല, നിങ്ങൾ നോക്കുക. ദെൻ പിന്നീട് ഇതിനകത്ത് വന്നിരിക്കുന്നത് നമ്മൾ പല രീതിയിൽ ഇതിനകത്ത് കൺവേർട്ട് ചെയ്യുന്നതാണ്. ബെൻസീനെ നമുക്ക് അതിൻ്റെ കൺവേർഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ടൊളുവിൻ വിൽ യു പ്രിപ്പയർ ബെൻസാൽഡിഹൈഡ്, ടൊളുവിൻ നമുക്കറിയാം ഇറ്റാഡ് റിയാക്ഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഗട്ടർമാൻ കോച്ച് ആണ് ബെൻസീൻ ഉണ്ടാക്കണമെങ്കിൽ ടൊളുവിന് യു പ്രിപ്പയർ ബെൻസാൽഡിഹൈഡ്, ബെൻസാൽഡിഹൈഡ് ഉണ്ടാക്കണമെങ്കിൽ ഗട്ടർമാൻ കോച്ചാണ്. ഇനി ബെൻസോയിൽ ക്ലോറൈഡ് എന്ന് നമ്മൾ റോസൻമെൻഡ്, ഇതൊക്കെ നമ്മൾ മുന്നേ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അവിടെ പോയിട്ട് നോക്കുക. ദെൻ P2O5 നമ്മൾ എഥനോയിക് ആസിഡ്, P2O5 പ്രസൻസിൽ നമ്മൾ ഒരുമിച്ച് ചൂടാക്കി കഴിഞ്ഞാൽ എഥനോയിക് അൺഹൈഡ്രേറ്റ് ഉണ്ടാവും. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ നമുക്കൊന്നും പറയാൻ പറ്റില്ല അതിനകത്ത്. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറഞ്ഞാൽ നമ്മൾ ടോളറൻസ് എങ്ങനെ പ്രൊപ്പനാലും പ്രൊപ്പനോണും, അതായത് ഒരു ആൽഡിഹൈഡ് ആണ്, ഇത് കീറ്റോൺ ആണ്, അങ്ങനെ തിരിച്ചറിയാം. അപ്പോൾ കണ്ടോ ക്വസ്റ്റ്യൻ പല രീതിയിൽ വരുന്നത്. ഇതിനകത്ത് ടോളറൻസ് ടെസ്റ്റ് ഉപയോഗിക്കാം, ഫെലിങ്സ് ടെസ്റ്റ് ഉപയോഗിക്കാം. പിന്നെ ഇതിനകത്ത് ഏറ്റവും അസിഡിക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HCOH ആണ്. അതിനകത്ത് നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി, HCOH ആണ്. ഒരു മിഥൈൽ ഗ്രൂപ്പ് ഒന്നും ഇല്ലാത്തതാണ് ആസിഡിക് ആയിട്ടുള്ളത്. പിന്നെ റോസൻമെൻഡ് കന്നിസാരൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നീട് ഇതിനകത്ത് അമീനിലോട്ട് പോകുമ്പോൾ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് നമ്മുടെ സാധാ അമീൻ CH3NH2, പിന്നെ ബെൻസീൻ റിംഗിലുള്ള അമീൻ അനിലിൻ, അതിന് ഏതാ മോർ ബേസിക് എന്ന്. അപ്പോൾ സാധാ നമ്മുടെ CH3NH2 ആണ് ബേസിക്, കാരണം അതിനകത്ത് +I ഇഫക്റ്റ് ഉണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സമയമില്ല കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോ ഒരുപാട് ഇപ്പം തന്നെ 31 മിനിറ്റായി. അപ്പോൾ അതിനകത്ത് ഇനിയിപ്പം ലെസ് അവൈലബിലിറ്റി ഓഫ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്, കാരണം അതിനകത്ത് ഞാൻ ചുരുക്കി പറയാം. ഇപ്പം നമ്മുടെ ഈ ഒരു അനിലിൻ ഉണ്ടല്ലോ, അനിലിൻ്റെ ഇലക്ട്രോണുകൾ അവൈലബിൾ ആവില്ല, ആർക്കും കൊടുക്കാൻ അധികം കിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അനിലിന് ഈ ബെൻസീൻ റിംഗിൽ തന്നെ ഇലക്ട്രോണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, ബെൻസീൻ റിംഗ് നമ്മൾ വരയ്ക്കുമ്പോൾ അതിനകത്ത് ഒരു റെസനൻസ് ഉണ്ടല്ലോ, അപ്പോൾ അനിലിന് അതിൻ്റെ ഇലക്ട്രോണുകൾ ഇങ്ങനെ കൊടുക്കും ഈ ബെൻസീൻ റിംഗ്. അപ്പോൾ അത് അവൈലബിൾ ആവില്ല, അപ്പോൾ അത് ബേസ് അല്ല, ഇലക്ട്രോൺ കൊടുക്കുന്നവരെ ബേസ്. പക്ഷേ നമ്മുടെ CH3NH2 ആർക്കും കൊടുക്കാനൊന്നും ഇല്ലാന്നേ. അപ്പം ആർക്കും അല്ല, CH3NH2 ഇതുപോലെ റിങ്ങിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനൊന്നുമില്ല, അപ്പോൾ വരുന്നവർക്കൊക്കെ കൊടുക്കാം. അപ്പോൾ ഇതാണ് ബേസ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതാണ് അതിൻ്റെ റീസൺ എഴുതേണ്ടത്. CH3 ഇലക്ട്രോൺ അങ്ങോട്ട് തള്ളി കൊടുക്കും. CH3NH2 എന്ന് പറയുമ്പോഴേ CH3ക്ക് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് പവർ ഉണ്ട്, +I ഇഫക്റ്റ് ഉണ്ട്. അപ്പം NH2ൻ്റെ അടുത്ത് നല്ല ഇലക്ട്രോൺ ഉണ്ടാവും, അപ്പോൾ വരുന്നവർക്കൊക്കെ എടുക്കാം. പിന്നെ മറ്റേ കേസിൽ എന്ന് പറഞ്ഞാൽ അനിലിൻ്റെ കേസിൽ അവിടെ റെസനൻസ് ആണ്, അപ്പോൾ ആ ഇലക്ട്രോൺ അവൈലബിൾ ആവില്ല ഈസിലി. പിന്നെ ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഏറ്റവും ഇമ്പോർട്ടൻ്റ്, പഠിക്കാണ്ട് പോകണ്ട. ഇങ്ങനെ ഒരു സാധനം വരച്ച് വെക്കുക, നല്ല സുഖമല്ലേ വരയ്ക്കാൻ. ഇങ്ങനെ ഒരു സാധനം വരച്ച് വെക്കുക, എന്താ ഇങ്ങനെ ഒരു സാധനം. എന്നിട്ട് നിങ്ങളൊരു അമീൻ അതിനകത്ത് അമീനെ കൊണ്ടുവരിക. അപ്പോൾ C2H5NH ഒരു പ്രൈമറി അമീനെ കൊണ്ടുവരിക. അപ്പോൾ പ്രൈമറി അമീനെ കൊണ്ടുവന്നു NH2 നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി, ഇവിടെ H2 എഴുതിയാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ, ഈ Cl-ഉം ഈ ഒരു H-നെ അവിടെ നിന്ന് എടുക്കുക. എന്നിട്ട് അത് അതേപോലെ നിങ്ങൾ വീണ്ടും എഴുതുക സാധനം. പിന്നെ പ്രൊഡക്റ്റ് എഴുതുമ്പോഴേ ഇതൊക്കെ അവിടെ ഉണ്ടായിക്കോട്ടെ. ഈ Cl മാറ്റുക, എന്നിട്ട് അവിടെ നിന്ന് ഒരു H-നെ മാറ്റുക. ബാക്കിയുള്ളതൊക്കെ അമീൻ അതുപോലെ എഴുതുക. അപ്പോൾ അതിനകത്ത് ഒരു H ഉണ്ട് ബാക്കി, കാരണം 2 H2 ഉണ്ടായിരുന്നല്ലോ അവിടെ 2 H2 ഉണ്ട്. ഇവിടെ മുകളിൽ അവിടെ റിയാക്ഷൻ്റെ മുകളിൽ എഴുതുന്നുണ്ട് കേട്ടോ, 2 H2 ഉണ്ട്. അതിൽ ഒരു H Cl കൂടി പോവും, ബാക്കി അത് ചേർത്ത് എഴുതുക. പിന്നെ ഒരു ഹൈഡ്രജൻ ബാക്കിയുള്ളതുകൊണ്ട് ഇത് ആൽക്കലിയിൽ എന്താണ്, സൊലുബിളുമാണ്. പക്ഷെ ഇനി സെക്കൻഡറി അമീൻ വരുമ്പോഴേ C2H5NH ഇതാണ് സെക്കൻഡറി അമീൻ. ഇവിടെ ഒരു N-ൻ്റെ ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, സെക്കൻഡറി അമീൻ. അപ്പോൾ ഈ HCl തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ലിങ്ക് വരും, അതാണ് ഈ ലിങ്ക് വന്നു. എന്നിട്ട് ലിങ്ക് ചേർത്ത് എഴുതുക. പിന്നെ ബാക്കി ലിങ്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഹൈഡ്രജൻ അവിടെ ബാക്കിയില്ല, അപ്പോൾ അത് ആൽക്കലിയിൽ എന്തല്ല, സൊലുബിൾ അല്ല. അപ്പോൾ പ്രൈമറി അമീൻ ആണെങ്കിൽ ഇൻസ്ബർഗ് റിയേജനായിട്ട് റിയാക്ട് ചെയ്യും, അത് ആൽക്കലിയിൽ എന്താവും, സൊലുബിൾ ആവും ചെയ്യും. സെക്കൻഡറി ആണെങ്കിൽ ഇൻസ്ബർഗ് ആയിട്ട് റിയാക്ട് ചെയ്യും, പക്ഷേ ആൽക്കലിയിൽ എന്താവില്ല, സൊലുബിൾ ആവില്ല. ടെർഷറി എന്ത് ചെയ്യൂല, ടെർഷറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുക ഇൻസ്ബർഗ് റിയേജൻ്റ് ആയിട്ട് നോ റിയാക്ഷൻ, ടെർഷറി വിത്ത് ഇൻസ്ബർഗ് റിയേജൻ നോ റിയാക്ഷൻ. ഇനി എന്തുകൊണ്ടാണ് അനിലിൻ ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ അണ്ടർഗോ ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എന്താണ് ഫ്രീഡൽ ക്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു പോകേണ്ടി വരും, ഇപ്പം തന്നെ നീണ്ടുപോയി. തൽക്കാലത്തേക്ക് നിങ്ങളിങ്ങനെ എഴുതുക അനിലിൻ എന്താണ്, ഒരു ലൂയിസ് ബേസ് ആണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ നടത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. അപ്പോൾ ഈ അനിലിൻ എന്ത് ചെയ്യുന്ന പറയുക, അതായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ അത് ശരിക്കും ഒരു കാറ്റലിസ്റ്റ് ആണ്. അപ്പോൾ പിന്നെ ആ റിയാക്ഷന് കാറ്റലിസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി, അനിലിൻ ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ അണ്ടർഗോ ചെയ്യാത്ത എന്താണെന്നറിയോ, ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷനിൽ ഉപയോഗിക്കുന്ന ഒരു കാറ്റലിസ്റ്റ് ആണ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. അവർ തമ്മിൽ റിയാക്ട് ചെയ്യും. അപ്പോൾ പിന്നെ കാറ്റലിസ്റ്റിന് അവിടെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ആ റിയാക്ഷൻ നടക്കില്ല എന്നുള്ളതാണ്.
അപ്പോൾ അത്ര എഴുതിയാൽ മതി. വാട്ട് ഈസ് കാർബൈലമീൻ റിയാക്ഷൻ? ഈ റിയാക്ഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. RNH2 ഒരു അമീൻ എടുക്കുക, ക്ലോറോഫോം KOH RNC ആക്കുക. ഈ NH2 കാർബൈലമീൻ, കാറല്ലേ, കാറിലെ ഫസ്റ്റ് ലെറ്റർ C അല്ലേ. അപ്പോൾ നിങ്ങൾ ഒന്നും അറിയില്ലെങ്കിൽ RNH ഒരു അമീൻ്റെ റിയാക്ഷൻ ആണെങ്കിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. എന്നിട്ട് കാർബൈലമീൻ അല്ലേ, ക്ലോറോഫോം ഉണ്ട്, ഓക്കെ, ദെൻ KOH ഉണ്ട്. എന്നിട്ട് RNH2 മാറ്റി RNC, കാറിലെ C എന്നിട്ട് കൊടുക്കുക. അത്ര തന്നെ. പിന്നെ അനിലിൻ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അനിലിൻ ബ്രോമീൻ വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഉണ്ടാവുക. അതിനകത്ത് നമ്മുടെ ഫീനോളിൻ്റെ ആ ഒരു റിയാക്ഷൻ പോലെ തന്നെയാണ്. അത്രയും കാര്യങ്ങൾ. ദെൻ പിന്നീട് ഇതിനകത്തുള്ളത് നമ്മൾ ഗബ്രിയൽ താലിമൈഡ് റിയാക്ഷൻ. നമുക്കതിനകത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് അമീൻസ് കനോട്ട് ബി പ്രിപ്പയർഡ് ബൈ ഗബ്രിയൽ താലിമൈഡ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇതിനകത്ത് ഗബ്രിയൽ താലിമൈഡ് വഴി ഇത് റിയാക്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നമ്മുടെ ആൽക്കയിൽ പ്രൈമറി അമീനുകൾ ഉണ്ടാക്കിയെടുക്കാം. ഇതാണ് ഗബ്രിയൽ താലിമൈഡ്. അപ്പോൾ ഇങ്ങനെ ഒരു താലിയൊക്കെ ഇങ്ങനെ വരച്ച് വെക്കാം. COONH എന്നിട്ട് ആ താലിൻ്റെ ലോക്കറ്റ്, ഇത് എന്നെ ലോക്കറ്റാന്ന് വിചാരിച്ചോളൂ നിങ്ങൾ. ഇവിടെ KOH ചേർത്ത് ഇവിടെ K വരും ആദ്യം. അപ്പോൾ ആ താലി പൊട്ടിക്കാൻ വേണ്ടി K വരും, N-K+. അപ്പോൾ താലി പൊട്ടൂല. അപ്പോൾ RX വരും. RX വന്നിട്ട് അപ്പോൾ K മാറ്റി NR ആവും. അപ്പോൾ പിന്നെ ആ താലി പൊട്ടിയിട്ട് ഇവിടെ RNH2 വരെ അങ്ങോട്ട് പോകും. അത്ര തന്നെ. അപ്പോൾ നമ്മുടെ താലി പൊട്ടി. അപ്പോൾ അങ്ങനെയൊക്കെ പഠിച്ച് എഴുതി വെക്കുക. പിന്നീട് ഇതിനകത്ത് ഈ റിയാക്ഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇതിനകത്ത് ഇതിലിപ്പോൾ നിങ്ങൾ പ്രൈമറി അമീന് ക്ലോറോഫോം KOH ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് എന്താ ഉണ്ടാവുക? ഇതേത് റിയാക്ഷനാണ്? കാർബൈലമീൻ റിയാക്ഷനാണ്. അപ്പോൾ CH3CH2NC ആണ് ഉണ്ടാവുക. ഇവിടെ എന്ത് വരും? CH3CH2NC എന്ന് വരും. പിന്നെ നമ്മൾ അത് ഫൗൾ സ്മെല്ലിംഗ് കോമ്പൗണ്ടാണ്. അതിനകത്ത് പ്രൈമറി അമീൻ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. ഐസോനൈട്രൈൽ കോമ്പൗണ്ടാണ് ഉണ്ടാവുക. അതൊക്കെ ചോദിക്കാറുണ്ട്. ദെൻ അമൈഡിൻ്റെ ബ്രോമിനും KOH ആയിട്ട് ഇവിടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അമീൻ ഉണ്ടാവും. ഓഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ. അപ്പോൾ ഒരു കാർബൺ കുറഞ്ഞ് കിട്ടും. ഇവിടെ കണ്ടോ 2 കാർബൺ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു കാർബൺ. അപ്പോൾ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ. ദെൻ പിന്നെ ഇതിനകത്ത് ഇത് നമ്മുടെ അനിലിനെ അവിടെ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ C6H5NH2 അനിലിനെ കണ്ടോ, നാനോ കാർ HCl ഒക്കെ വന്നിരിക്കുന്നത്. അനിലിന് പൊട്ടിത്തെറിക്കുന്നത് കണ്ടോ ഇവിടെ, CH6 ഡയാസോട്ടൈസേഷൻ റിയാക്ഷൻ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്കിപ്പോൾ 36 മിനിറ്റായി. ഇപ്പോൾ എന്താണ് 2x കാണാൻ 18 മിനിറ്റാണ് ഞാൻ പറയുമ്പോൾ. വീഡിയോ 36 ഉള്ളൂ, ഞാൻ ബാക്കി എൻ്റെ സംസാരം കേട്ടോ. അപ്പം അതിനകത്തൊരു 18 മിനിറ്റിൽ നിങ്ങൾക്ക് അകത്ത് എത്ര മാർക്കാണ് കിട്ടുന്നത്? 30 മാർക്കോളാണ്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കാൻ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും. ഇത്ര നേരം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തില്ലേ. അപ്പോൾ ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.